2 ദിവസം നമ്മുടെ നാട്ടിൽ മഴ ലീവ് എടുത്ത് പോയിരിക്കുകയായിരുന്നു കേട്ടോ. പൊരിവെയിലിന് ശേഷം ഇന്ന് വൈകുന്നേരം കാറ്റും കോളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കീത്തൂനെയും പിടിച്ച് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. കുറേ കാലമായി മഴയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ആക്രാന്തം എന്നെ പറയാം, അങ്ങനെയായിരുന്നു. നിതീഷേട്ടൻ നമ്മുടെ അമ്മമാരെ പോലെയാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് ആൾക്ക്. കുറേ നേരം ഇതിന് വേണ്ടി നിർത്തിക്കില്ല കേട്ടോ. പിള്ളേർ നല്ല കളി, പുറത്ത് നല്ല മഴയും തണുപ്പില്ല, നല്ല ചൂട് ചോറും ഇന്നലത്തെ മീൻകറിയും പടവലങ്ങക്കറിയും കൂട്ടി കഴിക്കാനായിട്ട് പ്ലേറ്റിലിട്ട സമയത്താണ് ഏട്ടൻ വന്നത്. എന്നും ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് ഉണ്ട്. തുറന്ന് നോക്കിയപ്പോഴോ ഞാവൽപ്പഴം. നമ്മുടെ മുറ്റത്ത് ഞാവൽ ഇപ്രാവശ്യം കായ്ച്ചില്ല കേട്ടോ. ഉണ്ടായിരുന്നതൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്തു കാറ്റത്ത്. ഇത് നാടൻ ഞാവൽപ്പഴം അല്ല കേട്ടോ, കത്തി വിലയാണ് ഗൈസ്. ഞാൻ ഇട്ട ചോറ് കഴിക്കാൻ നിന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം സമാധാനമായിട്ട് ഞാവൽപ്പഴം ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം. പിന്നെ ഏട്ടനോട് വർത്താനം പറഞ്ഞിരിക്കില്ല. ആളുടെ കുറച്ച് ഫ്രൂട്ട്സും ഒരു മുട്ടയ്ക്കും ബിസ്ക്കറ്റ്സും കഴിച്ചു. ഏട്ടൻ അവിടെ കളി കണ്ടിരിക്കുകയാണ്. ഞാൻ ട്രാവലിംഗ് കൊണ്ട് വേഗം പോയി കിടന്നുറങ്ങിയിട്ടാണ്. മഴ കൊണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഒരു ക്ഷീണം.